ഞാൻ മിർഷാദ്, പെരുമ്പിലാവ് കുന്നോളം സ്വദേശിയാണ്. എനിക്കുണ്ടായൊരു അനുഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു സംഭവമാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഞാൻ സുഹൃത്തുക്കളും കൂടെ ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള സുഹൃത്താണ് വണ്ടി ഓടിച്ചിരുന്നത്. ഞങ്ങൾ ടോട്ടൽ 4 പേര് കാറിലുണ്ടായിരുന്നു. പോക്കറ്റ് റോഡിൽ നിന്ന് നമ്മൾ മെയിൻ റോഡിലേക്ക് എൻ്റർ ആയപ്പോൾ ഫ്രണ്ടിലെ 2 പേരും സീറ്റ് ബെൽറ്റ് ധരിച്ച്, ബാക്കിൽ ഇരിക്കുന്ന ഞങ്ങൾ 2 പേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടില്ല. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൻ്റെ പുറകിലായിരുന്നു ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മെയിൻ റോഡിലേക്ക് എൻ്റർ ആയപ്പോൾ സുഹൃത്ത് സ്പീഡ് ലിമിറ്റ് കൂട്ടി. അപ്പോൾ എനിക്ക് കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടും ഈ സുഹൃത്തിന് അമിതമായിട്ടുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും ഞാൻ അവനെ ഒരു വാക്കുകൊണ്ട് പോലും തടഞ്ഞിട്ടില്ല. ബാക്കിലിരിക്കുന്ന ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല, 2 പേരും ഇട്ടിട്ടില്ല. അപ്പോൾ ഈ ബാക്കിലിടുന്ന സീറ്റ് ബെൽറ്റ് ഇടുന്നതിനുള്ള അവയർനെസ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനെ കുറിച്ചിട്ടുള്ള ഞാൻ ബോധേഡല്ലായിരുന്നു. അപ്പോൾ ലൈസൻസ് കിട്ടുന്ന സമയത്തായാലും ഒരു അവയർനെസ് ക്ലാസ് കിട്ടിയിട്ടില്ല. കൂടാതെ അത് ചിന്തിച്ചിട്ട് പോലില്ല. സ്പീഡ് കൂടുമ്പോൾ ഞാൻ ഈ ഡ്രൈവിംഗ് സീറ്റിൽ കാലുകൊണ്ട് ചവിട്ടി പിടിക്കുകയും റൈറ്റ് സൈഡിലെ ഹാൻഡ് റെസ്റ്റിൽ പിടിക്കുകയും ഡോറിൻ്റെ ആ പേരിലെ ഹോളിൽ കൈയിട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഒരു സ്ട്രോങ്ങസ്റ്റ് മാൻ എന്നുള്ള ലെവലിലാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ പിടുത്തം മതിയാവും, ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഞാൻ സേഫാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് രാത്രി ഒരു 10:45 സമയമായിട്ടുണ്ടാവും. റൈറ്റ് സൈഡിലെ പോക്കറ്റ് റോഡിൽ നിന്നൊരു വണ്ടി മെയിൻ റോഡിൽ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാണ്ട് തന്നെ അവർ എൻ്ററായിട്ട് അങ്ങനെ കൂട്ടിയിടിക്കുകയുണ്ടായത്. ആ ഇടിയിൽ ഫസ്റ്റ് ഇടിയിൽ തന്നെ ഞാൻ പൊങ്ങിയിട്ട് എൻ്റെ മുതുക് ഭാഗം സീലിങ്ങിലടിച്ച് ഞാൻ അപ്പോൾ തന്നെ പാരലൈസ്ഡ് ആയിട്ട്, നമ്മൾ ഒരു അരിഞ്ചാക്കി എങ്ങനെ ഇറക്കിയിട്ടാൽ എങ്ങനെ ഉണ്ടാവും കാറിൻ്റെ ആ കാല് വയ്ക്കുന്ന ഭാഗത്ത്, അതുപോലെ കാല് അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി ഡിസ്റ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു വെള്ള നിറമാണ്. അപ്പോൾ ഇതാന്ന് പറയാനുള്ള നേരം, ബ്രേക്ക് ചവിട്ടാനുള്ള നേരം കിട്ടിയിട്ടില്ല. 2 ഇടിയിലാണ് വണ്ടി നിന്നിട്ടുള്ളത്. അത്യാവശ്യം വണ്ടിയുടെ ബോഡി സ്ട്രോങ്ങസ്റ്റ് ബോഡി ആയതുകൊണ്ടാണ് പുറത്തോട്ട് പോകേണ്ടിരുന്നത്. എന്തോ ദൈവകാരുണ്യം കൊണ്ട് പുറത്തോട്ട് പോയില്ല. പിന്നെ അതിൽ ഇഞ്ചുറി ആയത് എനിക്ക് മാത്രമേ ഉള്ളൂ. ഈ സൈഡിലുള്ള ഫ്രണ്ടിന് ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളൂ, മൂക്കിൽ നിന്ന് ചോര വന്നു. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ഇഞ്ചുറി ഒന്നും ഉണ്ടായില്ല. പിന്നീടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇത് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആണെന്ന് അറിയണത്. അങ്ങനെ അപ്പോൾ ഇതിനെക്കുറിച്ച് സ്പൈനൽ കോഡ് ഇഞ്ചുറി എന്ന് പറയുമ്പം അതിനെ കുറിച്ചിട്ട് നമുക്ക് ഒട്ടും അറിവില്ല. മുമ്പ് കേട്ടുകേൾവിയുള്ള ഇഞ്ചുറി അല്ല. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഒരു 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാമെന്നാണ്. പിന്നെയാണ് ഇതിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കിട്ടി തുടങ്ങിയത്. ഏകദേശം 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എന്താ പറ്റിയിട്ടുള്ളത്, ഇതിൽ നിന്ന് എങ്ങനെയാണ് റിക്കവറി ഉണ്ടാവുക എന്നുള്ളത് അറിയുന്നത്. ഈ ഹോസ്പിറ്റൽ ജീവിതം 1 മാസം കഴിഞ്ഞ് 8 മാസം ഓപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. C5 C6 ലെവലിലാണ് എനിക്ക് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഫുള്ളി പാരലൈസ്ഡ് ആയിരുന്നു. പിന്നെ ഒരു 8 മാസം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ ഇല്ലാണ്ട് കിടന്നിട്ട് തന്നെ, കഴുത്തിൽ കോളർ ഇട്ടിട്ട് കിടന്നിട്ട് തന്നെ ഹീലിംഗ് ആവുകയാണ് ചെയ്തത്. അതായത് ബോണിനൊന്നും പറ്റിയിട്ടില്ല, സ്പൈനൽ കോഡിനൊന്ന് നെർവിന് ചെറുതായിട്ടൊരു ക്ഷതയേറ്റു. ആ ക്ഷതമാണ് ഈ ലെവലിലോട്ടാക്കിയത്. അതായത് നെഞ്ചിൻ്റെ താഴോട്ട് ചലനശേഷിയും സ്പർശനം എല്ലാം നഷ്ടപ്പെട്ടു. അതുപോലെ കൈകളിലെ വിരലുകളൊന്നും വർക്ക് ചെയ്യില്ല. ജസ്റ്റ് ഈ ഹാൻഡ് റെസ്റ്റ് കൊണ്ടാണ് വീൽ ചെയർ മൂവ് ചെയ്യിക്കുന്നത്. ഈ ആക്സിഡൻറ്റ് നടക്കുമ്പോൾ എനിക്ക് 29 വയസ്സാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം 1.5 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന സമയങ്ങളിലാണ്, ഓരോ കാര്യങ്ങൾ അടുപ്പിക്കുന്ന സമയത്താണ് ഇത് പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ 3 വർഷത്തോളമായി. അതായത്
സ്പൈനൽ കോഡ് ഇഞ്ചറിയിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു 2 വർഷം കൊണ്ടാണ് ഇതിൻ്റെ റിക്കവറി ടൈം. ഇപ്പോൾ ഏതാണ്ട് 3 വർഷത്തിന് മുകളിലായി ഇതിൻ്റെ റിക്കവറി പീരീഡ് കഴിഞ്ഞു. 2 റിഹാബിറ്റ് സെൻ്ററുകളിൽ പോയി. ഇപ്പോൾ നിത്യരോഗി എന്നുള്ള അവസ്ഥയാണ്. അതായത് ഒരു സ്കിന്നൊന്ന് ഇളകി കഴിഞ്ഞാൽ തന്നെ അത് ഉണങ്ങണമെങ്കിൽ 7 മാസം വേണം ബോഡി അത് ഹീലാവണമെങ്കിൽ. സാധാരണ നമ്മുടെ കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഴ്ച കൊണ്ടോ 2-3 ദിവസം കൊണ്ട് നമ്മുടെ ബോഡി അത് ഹീലാവും. പക്ഷെ ഈ ചലനശേഷി ഇല്ലാത്തതുകൊണ്ടും സ്കിന്ന് വളരെ തിന്നായതുകൊണ്ടും ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഒരേ പോസ്റ്ററിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ചൂടാവുന്നതോ ഇരിക്കുന്നത് കൂടുതൽ ടൈം ഇരുന്ന് കഴിഞ്ഞാലോ മുറിവുണ്ടാവുന്നത് അറിയില്ല. അങ്ങനെ അപ്പം നമ്മളിതെല്ലാം ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ബോഡീനെ മുമ്പത്തേക്കാൾ കൂടുതൽ ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതാണ് ഇതിൻ്റെ ഒരു കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് തോന്നും ഈ അയാളെ ശരീരം തളർന്നു പോയി എന്ന് മാത്രമേ അറിയുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകൾ പിന്നെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ട്യൂബ് ഈ തൊലി തിന്നാവുമ്പോൾ സ്കിന്ന് തിന്നാവുമ്പോൾ നമ്മുടെ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കും. ഇപ്പോൾ ഞാൻ മുമ്പ് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നത് പെനിസ് വഴി ബ്ലാഡറിലോട്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഈ ട്യൂബ് താഴോട്ട് വലിഞ്ഞിട്ട് പെനിസ് കീറി അതിൻ്റെ മിഡിൽ ലെവൽ എത്തിയിട്ട് വീണ്ടും ഡയറക്റ്റ് വയറിനടിയിൽ ഒരു ഹോൾ അടിച്ചിട്ട് ട്യൂബ് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇതിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ എത്ര തന്നെ എനിക്കൊന്നുമില്ല, ഇതിനേക്കാളും വലിയ കാഴ്ചകൾ കണ്ട് എനിക്കൊന്നുമില്ല, ഞാൻ പഴയ പോലെയാണ്, ഞാൻ സ്ട്രോങ് ആണെന്ന് നമ്മൾ വിശ്വസിച്ചാൽ പോലും നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് എത്തുകയാണ്, വീണ്ടും പോകേണ്ട അവസ്ഥയാണ്. എന്നിട്ടും നമ്മൾ ആർജിച്ചിട്ട് ഇതിനൊക്കെ വലിയ കാഴ്ചകൾ റിഹാബിറ്റ് സെൻ്ററിൽ കണ്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതൊന്നും കുഴപ്പമില്ല, ഇനിയും സർവൈവ് ചെയ്യണമെന്ന് വിചാരിച്ച് ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും ഒരു ആക്സിഡൻറ്റ് ഇതുപോലെ സംഭവിക്കുക. ഞാൻ വീൽ ചെയറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ബൈക്കുകാരൻ്റെ അശ്രദ്ധ മൂലം വീൽ ചെയറിൽ വന്നിടിച്ച് ഞാൻ തെറിച്ച് വീണ് വീണ്ടും ഇവിടെ ഫ്രാക്ചറായി. അത് 2 മാസത്തോളം പ്ലാസ്റ്റർ ഇട്ടിട്ട് കിടന്നതുകൊണ്ട് എന്തായി, വീണ്ടും കാലിൽ വൂണ്ടുണ്ടായി. ആ വൂണ്ട് മാറാൻ ഏകദേശം 6 മാസത്തോളം എടുത്ത് തുറന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടാണ് അത് ഹീലായത്. അപ്പോൾ നമ്മൾ അവയർനെസ്സിൻ്റെ പിന്നെ നമ്മുടെ ശ്രദ്ധ കുറവാണ്. നമ്മളെപ്പോഴും പോലീസ് പിടിക്കുമ്പോൾ അത് എന്താണ് നമ്മുടെ തെറ്റ് എന്നുള്ളത്, എന്തുകൊണ്ട് നമുക്കിങ്ങനെ സംഭവിക്കുന്നു, എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തത്, ഇതിൻ്റെ പാർശ്വഫലം എന്താണെന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പോലീസ് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ ഫൈൻ അടിക്കുമ്പോൾ അവരോടുള്ളൊരു ദേഷ്യം, ഒരു റിവെഞ്ച് തോന്നുന്നത് അതിൻ്റെ അനന്തരഫലം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ഈ മേഖലയിൽ കുട്ടികളെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അതിൻ്റെ പാർശ്വഫലങ്ങൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്ക് അവരെ കൂടുതൽ ടീച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ നിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് നമ്മുടെ സ്വന്തം ശരീരത്തിനോടുള്ള ബാധ്യതയാണ്. വീണ് പോയി കഴിഞ്ഞാൽ ഉയർന്നു വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. സീറ്റ് ബെൽറ്റ് ആയാലും ഹെൽമെറ്റ് ആയാലും ഒരു ബ്രെയിൻ ഇഞ്ചറി സംഭവിച്ച പേഷ്യൻ്റ് ഏതവസ്ഥയിലെത്തുന്നു നമുക്ക് പറയാനാവില്ല. കാരണം ഞാൻ അത്രയും കാഴ്ചകൾ കണ്ടതാണ്. ചിലർ വയലൻസ് ആവും, ചിലർ കോമ സ്റ്റേജിലെത്തി പോകും, ചിലവർക്ക് എല്ലാ ഫീലിങ്ങും അറിയാം എന്നാൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പലവിധ കേസുകൾ കണ്ടതാണ്. ഇതൊക്കെ കുട്ടികളായിട്ട് ഷെയർ ചെയ്തിട്ട് അവരെ പരമാവധി ചെയ്യാറുണ്ട്. ഞാൻ നിയമങ്ങൾ പാലിച്ചു എന്നുള്ളതല്ല, ഞാൻ നിയമങ്ങൾ തെറ്റിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ സ്ഥിതിയിലെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാഴ്ചകൾ കണ്ടതുകൊണ്ട് തന്നെയാണ് കുട്ടികളോട് കൂടുതൽ പറയാനുള്ള മെസ്സേജ് എപ്പോഴും നമ്മൾ സുരക്ഷാ നിയമങ്ങൾ പാലിക്കുക. അത് നമ്മളോട് ചെയ്യുന്ന, അത് തെറ്റിക്കുന്നത് നമ്മുടെ ദേഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാലാണ്, അനുഭവിച്ചു കഴിഞ്ഞാലാണ്, റിക്കവറി ഇല്ലാണ്ടാവുമ്പോഴാണ് ദൈവം നമുക്ക് എത്രത്തോളം അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ.
എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവുമ്പോൾ അത് എന്നെ മാത്രമാണോ ബാധിക്കുക എന്നുള്ളതാണ് അടുത്ത വിഷയം. അതായത് ഇപ്പോൾ എനിക്ക് ഒരു ഭാര്യയുണ്ട്, എൻ്റെ വീട്ടിൽ ഉപ്പയും ഉമ്മയുണ്ട്, ഒരു 10ഓളം ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ 10 ഫ്രണ്ട്സിൽ ഒരു വിളിപ്പുറത്തുള്ള ഒരു 3-4 പേരുണ്ട്. അപ്പോൾ ഈ ഒരു ഗർഭാശയത്തിലെ ഒരു കുഞ്ഞെങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു അതുപോലെ അവരെന്നെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട്. ഈ ഞാൻ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതല്ല, ഏറ്റവും കൂടുതൽ അതിൻ്റെ ഡെപ്ത് എങ്ങനെയാന്ന് വെച്ചാൽ, അവർക്ക് ഒരു ബാധ്യത ആയി എന്നുള്ളതാണ്. അതായത് ലൈഫ് ടൈം എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാവോ അവർക്കൊക്കെ ഒരു ബാധ്യതയായി എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ഞാൻ മലന്ന് കിടക്കുകയാണെങ്കിൽ, ചെരിഞ്ഞ് കിടക്കണമെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് എന്തായാലും വേണം. ആക്സിഡൻറ്റ് പറ്റിയ സമയങ്ങളിൽ 4 പേര് 3 പേര് ഒരുമിച്ച് ബോഡി ടെസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഒരാൾ മതി തിരിച്ചു കിടത്താൻ. അപ്പോൾ അതുമുതൽ ഞാൻ ബെഡിൽ നിന്ന് വീൽ ചെയറിലേക്ക് ഇറങ്ങി 2 പേര് വേണം. ഞാൻ ഇപ്പോൾ ഒരു 75 കിലോന് മുകളിൽ വെയിറ്റ് ഉണ്ടാവും. നമ്മൾ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ജീവനുള്ള ഒരാളെ എടുക്കുന്നതും തളർന്നു പോയ ഒരാളെ എടുക്കുന്നതും രണ്ട് തോതിലായിരിക്കും അതിൻ്റെ വെയിറ്റ് ഉണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കുനിഞ്ഞിട്ട് ഒരാളെ എടുക്കുമ്പോൾ അയാളുടെ നട്ടലിന് എന്തായാലും കാര്യമായിട്ട് ഒരു പ്രശ്നം വരാനിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ എന്നെ കെയർ ചെയ്യുന്ന ഈ 2 പേരുടെയും ആരോഗ്യനില ഇതായിരിക്കണം. കാരണം എൻ്റെ ഉപ്പയമ്മയൊക്കെ വാർദ്ധക്യത്തിലേക്ക് പോവാന്നുള്ള ലെവലിൽ ആയിട്ടുണ്ട്. അതുമാതിരി സുഹൃത്തുക്കളും ഇതുമാതിരി എപ്പോഴും അവൈലബിൾ ആയിക്കോണമെന്നില്ല. അപ്പോൾ ഇത് ഒരാളെ മാത്രം ബാധിക്കുന്ന കാര്യമില്ല, ഈ സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ്. എൻ്റെ ചുറ്റും ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ എപ്പോഴും ആ ചിന്ത മനസ്സിലുണ്ടാവുക. നമുക്ക് ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലാത്ത ബലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിൻ്റെ തീവ്രത എത്രത്തോളമാണെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചറിഞ്ഞതാണ്. ഉപേക്ഷിച്ച് പോയ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും സേഫായിട്ടിരിക്കുക, സേഫായിട്ട് യാത്ര ചെയ്യുക. നിങ്ങളെപ്പോഴും നിങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുക.